ഫലസ്തീൻ തൊഴിലാളികൾക്ക് പകരം ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികളെ മതി എന്ന നിലപാട് സ്വീകരിച്ച ഇസ്രായേൽ. ഇതിനായുള്ള റിക്രൂട്ട്മെന്റ് നടപടി വേഗത്തിലാക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ. ഇതിന്റെ ഭാഗമായി ഉടൻ തന്നെ തൊഴിലാളികളെ കണ്ടെത്തും. ഉത്തർപ്രദേശ്, ഹരിയാന സർക്കാരുകളുടെ നേതൃത്വത്തിലാണ് ഇസ്രായേലിലേക്ക് തൊഴിലാളികളെ അയക്കുന്നത്. ഫലസ്തീൻ തൊഴിലാളികളെ പിരിച്ചുവിട്ട് പകരം ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികളെ നിയോഗിക്കാനുള്ള ഇസ്രായേൽ സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായാണ് ഇരു സംസ്ഥാനങ്ങളുടെയും നടപടി. കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ദേശീയ നൈപുണ്യ വികസന കോർപ്പറേഷനാണ് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിന് നേതൃത്വം നൽകുന്നത്. ഇന്ത്യൻ തൊഴിലാളികൾക്ക് ഇസ്രയേലിൽ വലിയ അവസരമാണ് ഇതിലൂടെ തുറക്കുന്നത്. ഇസ്രയേലിലേക്ക് 42,000 തൊഴിലാളികളെ അയക്കാൻ 2023 മെയ്യിൽ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഏലി കോഹന്റെ ഇന്ത്യ സന്ദർശനത്തിനിടെ ഒപ്പുവെച്ച കരാറിൽ പറയുന്നു. ഉത്തർപ്രദേശ്, ഹരിയാന സംസ്ഥാനങ്ങളിൽ നിന്നും താൽപര്യമുള്ള തൊഴിലാളികളെ തിരഞ്ഞെടുക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുമുണ്ട്. ഭീകര സംഘടനയായ ഹമാസിന്റെ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ എല്ലാ ഫലസ്തീനികളുടെ വർക്ക് പെർമിറ്റുകളും റദ്ദാക്കിയിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ തൊഴിലാളികളുടെ വലിയ പ്രതിസന്ധിയാണ് അവിടെ ഉടലെടുക്കുന്നത്. പല മേഖലയിൽ ഉള്ളവരെയാണ് ഇസ്രയേലിന് ഇപ്പോൾ ആവശ്യം. പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ജോലി പരിചയവും ഹൈസ്കൂൾ വിദ്യാഭ്യാസവും ഉണ്ടായിരിക്കണം. പ്രായപരിധി 21 മുതൽ 45 വയസ്സാണ്. ഇസ്രയേലിലേക്ക് പോകുന്ന തൊഴിലാളികൾക്ക് എല്ലാ മാസവും 6,100 ഇസ്രയേലി ന്യൂ ഷെഖൽ കറൻസി വേതനമായി ലഭിക്കും. ഇന്ത്യൻ കറൻസിയിൽ ഇത് ഏകദേശം 1.5 ലക്ഷം രൂപയോളം വരും. നിർമ്മാണ ജോലികൾ, പെയിന്റിംഗ്, വെൽഡിംഗ്, ഷട്ടറിംഗ്, ടൈൽ ആർട്ടിസൻസ് തുടങ്ങി ഇസ്രായേലിലേക്ക് പോകുന്ന എല്ലാ തൊഴിലാളികൾക്കും ഇസ്രായേൽ സർക്കാർ താമസ സൗകര്യവും നൽകുന്നുണ്ടെന്ന ഉറപ്പും ഉണ്ട്. കാൺപൂർ ലേബർ കമ്മീഷണർ മാർഖണ്ഡേ ഷാഹിയുടെ നേതൃത്വത്തിൽ ഒരു വെർച്വൽ മീറ്റിംഗ് നടക്കുകയും എല്ലാ തൊഴിൽ മേഖലയിലും ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട തൊഴിലാളികൾക്ക് പരിശീലനം നൽകി ഇസ്രയേലിലേക്ക് അയക്കും. ഇതിന്റെ തയ്യാറെടുപ്പിനായി അഡീഷണൽ ലേബർ കമ്മീഷണർ കൽപ്പന ശ്രീവാസ്തവ ഒരു ടീമിനെ രൂപീകരിച്ചിട്ടുമുണ്ട്. അതേസമയം ഇന്ത്യൻ തൊഴിലാളികളെ ഇസ്രയേലിലേക്ക് അയക്കുന്ന നീക്കത്തിൽ ഉടക്കിട്ട് ചില തൊഴിലാളി സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. സംഘർഷ മേഖലയായ ഇസ്രയേലിലേക്ക് തൊഴിലാളികളെ അയക്കുന്നത് അവരുടെ ജീവൻ അപകടത്തിലാക്കുമെന്ന് ട്രേഡ് യൂണിയനുകൾ ചൂണ്ടിക്കാട്ടി. മാത്രമല്ല, ഫലസ്തീൻ തൊഴിലാളികളെ കൂട്ടത്തോടെ പിരിച്ചുവിടുന്നത് അവരുടെ ജീവിതം ദുസ്സഹമാക്കുമെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സംഘർഷ മേഖലയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർക്കായി ആവിഷ്കരിച്ചിരിക്കുന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് തൊഴിലാളികളെ അയക്കുന്നത് എന്ന് ആരോപണവും ഉയരുകയാണ്. ദീർഘകാല മേഖലയിലുള്ള ഇന്ത്യയുടെ ഫലസ്തീൻ അനുകൂല നിലപാടിൽ വെള്ളം ചേർക്കുന്നതാണ് നടപടിയെന്നും ട്രേഡ് യൂണിയനുകളും ആക്ടിവിസ്റ്റുകളും കുറ്റപ്പെടുത്തി. CITU, AITUC, INTUC, ഹിന്ദു മസ്ദൂർ സഭ എന്നിവയും സർക്കാർ നടപടിക്കെതിരെ രംഗത്ത് എത്തിയിട്ടുണ്ട്. നിർമ്മാണ തൊഴിലാളികളുടെ ജീവൻ അപകടത്തിലാക്കുന്ന നീക്കത്തിനെതിരെ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും രംഗത്ത് എത്തിയിരിക്കുകയാണ്. ഇവരെ കൂട്ടമായി ഇനി ഒരുപക്ഷെ എല്ലാ റിക്രൂട്ട്മെന്റിന്റെ ഈ ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി ഈ ഒരു പറ്റം 41,000-ലധികം തൊഴിലാളികളെ ഇന്ത്യയിൽ നിന്നും ഇസ്രായേലിലേക്ക് എത്തിക്കുമ്പോൾ ആ ഒരു വിമാനം റാഞ്ചാൻ പോലും ഹമാസ് മടിക്കില്ല. അത് ഓരോ തൊഴിലാളികളുടെയും ജീവൻ അത് ആപത്താണ് അടക്കമുള്ള വിദഗ്ധരുടെ നിർദ്ദേശവും വരുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ തയ്യാറാണ് എന്ന് സ്വയമേവ പറഞ്ഞ് മുന്നോട്ടെത്തുന്ന യുവാക്കളുടെ എണ്ണവും ഓരോ നിമിഷവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ എന്തായിരിക്കും തീരുമാനമെടുക്കുക എന്നടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ കാണേണ്ടതുണ്ട്.